നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വാതരോഗത്തിനൊരു പുതിയ മരുന്നെത്തി എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. അത് നിങ്ങൾക്കറിയാം, നിങ്ങൾ കുറേ പേരെങ്കിലും കണ്ടു കാണും. അത് ഉപ്പടാസെറ്റിൻ ഒരു പുതിയ മരുന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തതിനെക്കുറിച്ചാണ് അന്ന് നമ്മളത് പറഞ്ഞത്. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞപ്പോൾ കുറേ എനിക്ക് മെയിൽ വന്നു, ഫേസ്ബുക്കിൽ പറയുന്നു, അല്ലെങ്കിൽ അറിയാവുന്നൊരു വാട്സാപ്പിലിടുന്നു. പലരും പലതരത്തിലും കമൻസ് വന്നിരുന്നു. ഡോക്ടറെ, എനിക്ക് ഈ മരുന്ന് തുടങ്ങണം, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ മരുന്ന് തുടങ്ങാമല്ലോ, അല്ലെങ്കിൽ പഴയ മരുന്നൊക്കെ നിർത്താം, ഇത് തുടങ്ങാം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം നിങ്ങളുടെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ചികിത്സയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ട്രീറ്റ് ടു ടാർജറ്റ്. നമ്മൾ ആ ടാർജറ്റ് റെമിഷൻ, അത് അസുഖം നല്ല രീതിയിൽ കൺട്രോൾ ആകാനായിട്ട് ഏതൊക്കെ മരുന്നുണ്ടോ അത് കുറേ മരുന്നുകളുണ്ട്. നമുക്ക് 20ഓളം മരുന്നുകളുണ്ട്. അപ്പോൾ ഏത് മരുന്നുകൾ വേണമെന്ന് തീരുമാനിക്കുന്ന കുറേ ഘടകങ്ങൾ വെച്ചിട്ടാണ്. ഒന്ന് രോഗിയുടെ രോഗാവസ്ഥ, എത്ര ജോയിൻറ്റ്സിൽ നീർക്കെട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും രോഗികൾ കുറച്ച് നീർക്കെട്ടേ ഉള്ളൂ, ചില ESR ഒക്കെ ചെറിയ മരുന്ന് കൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ പോകുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഫോർ എക്സാമ്പിൾ HCQ, അല്ലെങ്കിൽ ഹൈഡ്രോക്സിക്ലോറോക്വിൻ അഥവാ HCQ, അല്ലെങ്കിൽ മെത്തോട്രെക്സേറ്റ്, സൾഫാസലസിൻ, അങ്ങനെ ലെഫ്ലൂണമൈഡ്. ഇതാണ് ആദ്യത്തെ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ്. ഈ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് കൊണ്ട് തന്നെ ബഹുഭൂരിഭാഗം ആളുകളിലും അസുഖം കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഈ പുതിയ മരുന്നുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ പഴയ മരുന്നുകൾ കുറേ കൊല്ലം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. 25 കൊല്ലം 30 കൊല്ലം ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിൻ്റെ ലോങ് ടേം ഡേറ്റ ഉണ്ട് അത്രയും. അപ്പം അത് വളരെ സേഫാണ്. നമുക്കറിയാം HCQ ആണ് അബ്സല്യൂട്ട്ലി സേഫാണ്. വളരെ വളരെ ഏറ്റവും സേഫസ്റ്റ് ഡ്രഗാണ്. ഇൻഫെക്ഷൻ പോലും കൂട്ടില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഏറ്റവും സേഫായിട്ടുള്ള ഡ്രഗാണ് HCQ. മെത്തോട്രെക്സേറ്റും അതുപോലെ തന്നെ ലോങ് സ്റ്റാൻഡിങ് ഡേറ്റ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് ആയിട്ട് എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ഈ 2 ഡ്രഗ് തന്നെയാണ്. ഇതുകൊണ്ട് പറ്റിയില്ലെങ്കിലാണ് പിന്നെ അടുത്ത ലെവൽ ഡ്രഗിലോട്ട് നമ്മൾ പോകുന്നത്. അടുത്ത ലെവലിൽ ഡ്രഗിലോട്ട് പോകുമ്പോഴാണ് ഈ ടൊഫാസിനും ഉപ്പടാസെറ്റിനും ഒക്കെ വരുന്നത്. അപ്പോൾ അത് വേണ്ടവർക്ക് മാത്രം ആദ്യത്തെ ഡ്രഗ് 2 മുതൽ 3 മാസം കഴിച്ച് അസുഖം കൺട്രോൾ ആകുന്നുണ്ടോ എന്ന് നോക്കും. അസുഖം കൺട്രോൾ ആകുന്നില്ലെങ്കിലാണ് പലപ്പോഴും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ ഈ അടുത്ത ജാക്ക് ഇൻഹിബിറ്റേഴ്സോ ഇതുപോലുള്ള മരുന്നുകളിലേക്ക് നമ്മൾ പുതിയ മരുന്നുകളിലേക്ക് നമ്മൾ വരുന്നത്. അതുപോലെ തന്നെ ആങ്കൈലോസിസ് സ്പോണ്ടിലൈറ്റിസിനും അതിൻ്റെതായ പ്രോട്ടോകോൾസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും ഈ പുതിയ ഡ്രഗ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് അത് തന്നെ എടുക്കണം, എല്ലാ മരുന്നുകളും മാറ്റി അതിലോട്ട് എടുക്കണം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. മാത്രമല്ല ചില ആളുകൾക്ക് അത് സ്യൂട്ട് ചെയ്യത്തേയില്ല. ഫോർ എക്സാമ്പിൾ നേരത്തെ ക്യാൻസർ വന്നവർ, നേരത്തെ ഹാർട്ട് അറ്റാക്ക് വന്നവർ, അവർക്കൊന്നും ഈ മരുന്ന് പുക വലിക്കുന്നവർ, അവർക്കൊന്നും ഈ മരുന്ന് കൊടുക്കാനേ പാടില്ല. കണ്ണിന് പ്രശ്നമുള്ളവരാണ് HCQ കൊടുക്കാനേ പറ്റില്ല. അപ്പോൾ ഓരോ മരുന്നിനും ഓരോ ഡ്രോബാക്സ് ഉണ്ട്, ഓരോ സ്പെസിഫിക്സ് ഉണ്ട്. അത് ആക്ട് ചെയ്യുന്ന എങ്ങനെയുള്ളവരാണെന്ന് ചിലർക്ക് ഫോർ എക്സാമ്പിൾ റുമറ്റോയ്ഡ് ഫാക്ടർ പോസിറ്റീവ് ആയവർക്ക് മാത്രമേ റിറ്റുക്സിമാബ് എന്ന് പറയുന്ന ബയോളജിക്കൽ വർക്ക് ചെയ്യത്തുള്ളൂ. അതേസമയം TB ഉള്ളവർക്ക് TNF എന്ന ഇഞ്ചക്ഷൻ കൊടുക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ജാക്ക് ഇൻഹിബിറ്റേഴ്സ് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ കുറേ സ്പെസിഫിക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മരുന്നാണ് വേണ്ടതെന്ന് നല്ല റുമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് മാത്രമേ നിങ്ങൾ തീരുമാനിക്കാവൂ. കാരണം ഓരോ മരുന്നുകൾക്കും അതിൻ്റേതായ സൈഡ് എഫക്ട്സും അതിൻ്റേതായ എഫക്ട്സും അതിൻ്റേതായ പ്രത്യേകതകളും ഉണ്ടാകും. അപ്പോൾ രോഗിയുടെ പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്നൊക്കെ പറയുന്നത് പോലെ കുറേ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് ഏത് മെഡിസിൻ വേണമെന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ടാർഗറ്റ് ഫിക്സ്ഡ് ആണ്. നമ്മുടെ റെമിഷൻ എത്തുക, അസുഖം പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ടാർഗറ്റ്. അതിനുള്ള മരുന്നുകളുണ്ട്. പക്ഷേ അത് ഏത് മരുന്ന് വേണം, ഏത് കോമ്പിനേഷനെ കൊടുക്കും. ചിലപ്പോൾ ഒറ്റ മരുന്നായിരിക്കും, 2 മരുന്നിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും വേണ്ടി വരുന്നത്. ചിലപ്പോൾ മെത്തോട്രെക്സിനും ടൊഫാസിറ്റിനും ആയിരിക്കും, ചിലപ്പോൾ മെത്തോട്രെക്സിനും ഉപ്പടാസെറ്റിനും ആയിരിക്കും. അപ്പോൾ ആ ഏത് കോമ്പിനേഷൻ വേണമെന്ന് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല റുമറ്റോളജിസ്റ്റിനെ ഈസി ആയിട്ട് തീരുമാനിക്കാൻ സാധിക്കും. അങ്ങനെ തീരുമാനിച്ച് നിങ്ങളുടെ അസുഖം കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ പുതിയ മരുന്ന് വന്ന മോശമല്ല, പുതിയ മരുന്ന് വന്ന് നല്ലത് തന്നെയാണ്. ഒരു ആയുധം കൂടി നമുക്ക് ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനെ തോൽപ്പിക്കാൻ കിട്ടുവാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം എല്ലാവരും എടുത്തത് ഉപയോഗിക്കണം എന്നല്ല. അത് ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള ഡ്യൂറേഷന് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. മാത്രം നിങ്ങളോട് ഓരോരുത്തരും പറയാനുള്ളത്, നിങ്ങൾ സ്വയം ഒരിക്കലും ഇത് മേടിച്ച് കഴിക്കരുത്. ദൈവത്തെ ഓർത്ത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങളും ഉണ്ടാകാം.